ആലപ്പുഴയിൽ ഒരു ബോട്ട് യാത്ര നടത്താമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു 6 ഫാമിലീസ് ഉണ്ട്. ഈ 6 ഫാമിലിയും ഞങ്ങളുടെ കുട്ടികൾ വഴി പരിചയപ്പെട്ട ഫാമിലിയാണ്. അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ നമ്മൾ വളരെ തിക്ക് ഫ്രണ്ട്സായി. അങ്ങനെ നമ്മളൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഗ്യാതറിങ്ങിൻ്റെ ഇടയിൽ വന്ന ഒരു വിഷയമായിരുന്നു നമുക്കൊരു ടൂർ പോയേക്കാം എന്നുള്ളത്, ഈ 6 ഫാമിലി കൂടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആലപ്പുഴയിൽ ഒരു ബോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മഴക്കാലമൊക്കെയാണ്, മഴയൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് എന്ന് തോന്നുന്നത് ഈ ഒരു ബോട്ടിലുള്ള യാത്രയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ മഴയാണെങ്കിൽ ബോട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഒരു സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന്, ഇപ്പം ഇനി എങ്ങാനും മഴയാണെങ്കിൽ ഒരു സൈഡിൽ ഒതുക്കിയിട്ടിരുന്നിട്ട് അതിനകത്തിരുന്ന് വിശേഷങ്ങൾ പറയുകയും ബോട്ടിലെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയാണ്. ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു. യാത്രകളെപ്പോഴും നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തരുന്നതാണല്ലേ. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള യാത്രകളാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ് നമുക്ക് ജോലി സ്ഥലത്തു നിന്നുള്ള ഭാരവും കുടുംബത്തിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീഫാവുന്നത് ഇങ്ങനെയുള്ള യാത്രകളാണ്. അപ്പോൾ ഈ യാത്ര ഒരുപാട് ആഗ്രഹിച്ചും ഉണ്ടായൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ ആസ്വദിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വെള്ളത്തിലാവുമ്പോൾ നമുക്കൊരു പ്രത്യേക ആസ്വാദനമാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളത്തിലുള്ള യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. ബോട്ടായാലും വഞ്ചിയായാലും കപ്പലായാലും. കപ്പലിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ നമുക്കൊരു സാഗറാണിയൊക്കെ ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് നിന്ന്. പിന്നെ ബോട്ടിലെ ഒരു ഉച്ചഭക്ഷണമായിരുന്നു ഇത്. ഒരു സാലഡ്, സാധാരണ ഒരു നോർമൽ ഭക്ഷണം തന്നെ. സാലഡ്, പിന്നെന്താ സാമ്പാർ, മീൻ വറ്റിച്ചത്, ചിക്കൻ കറി, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സാധനം മീനില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫിഷ് ഇല്ലാതെ നമുക്കൊരു ബോട്ടിലുള്ള ഒരു ഭക്ഷണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിമീൻ ഫ്രൈ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കരിമീൻ ഫ്രൈ ചെയ്ത് അവർ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ കരിമീൻ എവിടെ വരാതെ, ഇപ്പോൾ കരിമീൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എല്ലാവരും. ഏതായാലും അവസാനം വന്ന് അങ്ങനെ എല്ലാവരും ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ഫുഡ് എന്ന് പറയാം. അങ്ങനെ ആ ഫുഡൊക്കെ ആസ്വദിച്ചു. അപ്പോൾ ഫുഡ് കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും പിന്നെ ഒരു 2 മണി നേരമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശന്നിരിക്കുന്ന ഒരു ടൈമായിരുന്നു. വേഗം വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം.